അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വട്ടമൺ വാർഡിൽ 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17 ലക്ഷം രൂപ ചിലവാക്കി നിർമ്മാണം പൂർത്തീകരിച്ച അഞ്ചൽ തഴമേൽ ആയിരമല്ലി ക്ഷേത്രം ട്രാൻസ്ഫോർമർ റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം അഖിൽ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ. ട്രാൻസ്ഫോർമർ ജംഗ്ഷൻ ആയിരമല്ലി ക്ഷേത്രം റോഡിന്റെ പുനർനിർമ്മാണം ചടങ്ങാണ്. വളരെ നല്ല രീതിയിൽ 17 ലക്ഷം രൂപ 2027 പദ്ധതിയിൽപ്പെടുത്തി വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഇതിൻ്റെ കോൺട്രാക്ടർ മധുസൂദനൻ വളരെ തന്മയുക്തമായിട്ടും നമുക്ക് നാളെ ഉപയോഗത്തക്ക രീതിയിൽ ചെയ്തു തന്ന ഈ റോഡിൻ്റെ ഔപചാരിക ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ സഹകരിച്ച ഒരുപാട് പേർക്ക് 10-14 ദിവസം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. വീടുകളിൽ നിന്ന് കാർ എടുക്കാനോ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഈ റോഡ് നമുക്ക് വേണം എന്നുള്ള രീതിയിൽ പരിപാലിച്ച നമ്മുടെ ഈ രണ്ട് സൈഡിൽ താമസിക്കുന്ന അംഗങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ 3 സ്ഥലത്തും അടവ് വെച്ചതിന് ശേഷവും ഒരു നിർദ്ദേശവും പാലിക്കാതെ പോയ ആളുകളുമുണ്ട്. അവരെ നമ്മൾ വിസ്മരിച്ചുകൂടാ. അപ്പം ഇത്തരം ചടങ്ങ് നമ്മളെ ഒരു 10-17 ലക്ഷം രൂപ മുടക്കി ഒരു റോഡ് ചെയ്യുമ്പോൾ അത് നാട്ടുകാർക്ക് വേണ്ടി വേണമെന്നുള്ളൊരു ബോധമില്ലാതെ അന്ന് തന്നെ നശിപ്പിച്ച ആളുകളെ അവരെ ഒന്ന് പരാമർശിക്കാതെ ഒന്നും ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ചടങ്ങിൽ അന്ന് പരാമർശിക്കുന്നത്. ഇതിൻ്റെ വലിയ ചടങ്ങുകളൊന്നുമില്ല. അതിൻ്റെ ഒരു നാട മുറിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. MLA ആയിരമല്ലി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 60 ലക്ഷം രൂപ നമുക്ക് തരാം എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അനുസരിച്ചുള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. വളരെ നമ്മുടെ ഈ കാലാവധിക്ക് മുമ്പ് തന്നെ അതും പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പം ഞങ്ങളൊരു സർവകക്ഷി നിവേദക സംഘം ഇദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായ അത് നടപ്പാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അംഗൻവാടി അതിൻ്റെ മുമ്പിൽ ഉണ്ട്. അതും ഈശ്വര അനുഗ്രഹത്തിൽ അതും നടപ്പാകുമെന്ന് വിശ്വസിക്കുന്നു. വർഷങ്ങളായി തകർന്നു കിടന്ന റോഡ് പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാരുടെ ശക്തമായ ആവശ്യത്തെ തുടർന്നാണ് അഞ്ചൽ പഞ്ചായത്ത് ഭരണസമിതി 17 ലക്ഷം രൂപ ചിലവാക്കി റോഡ് ഗതാഗതം യോഗ്യമാക്കിയത്. ന്യൂസ് കേരളം, കൊല്ലം. ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കാലാവധി 1 വർഷം. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ്. കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ആയതിനാൽ ഓപ്പറേറ്ററുമാകാം, ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും 24 വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു. താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി. ഫീസ് തവണകളായി അടയ്ക്കാം. പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുക. JCB, മൊബൈൽ ഹൈഡ്രാ ക്രെയിൻ, ഫോക്ക് ലിഫ്റ്റ് മാനുവൽ, ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക്, ഫോക്ക് ലിഫ്റ്റ് ഇലക്ട്രിക്കൽ, ടെലസ്കോപ്പിക് ഹെവി ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ, ബോബ്കാറ്റ്, ഷവൽ, ഡോസർ, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ ബൂം ലോഡർ, ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ 14 എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു. ഇതിനൊപ്പം 4 വീലർ ഇല്ലാത്തവർക്ക് 4 വീലറും കൂടെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന 18 വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം. ഇന്നു തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ.